പാക് യുദ്ധം നടന്നാൽ പാകിസ്ഥാനെ പിന്തുണച്ച് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും പുരോഹിതന്മാരും നിൽക്കുമോ എന്ന ചോദ്യത്തിന് പലർക്കും ഇപ്പോൾ ഉത്തരമില്ല. ഒരു യുദ്ധം നടന്നാൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുമെന്നാണ് പലരുടെയും ഉത്തരം. അതായത് ഇപ്പോൾ ലണ്ടനിലേക്ക് പറക്കാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പല പാകിസ്ഥാൻ പൗരന്മാർ അല്ലെങ്കിൽ എംപിമാർ അടക്കം ഇപ്പോൾ കഴിയുന്നത്. ഇപ്പോൾ ഇന്ത്യയോട് യുദ്ധം ചെയ്താൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് ഇസ്ലാമാബാദിലെ ലാൽ മസ്ജിദിലെ വിവാദ പുരോഹിതനായ മൗലാന അബ്ദുൽ അസീസ് ഗാസി അവിടുത്തെ സദസ്സിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പരിപൂർണമായ മൗനം വെടിയുകയാണ് ചെയ്തിരിക്കുന്നത്. മൗലാന അപ്രതീക്ഷിതമായ നിശബ്ദത വെടിയുന്ന വീഡിയോ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലാണ് വൈറലായി മാറിയിരിക്കുന്നത്. ഭീകരാക്രമണം നടന്ന 2 ആഴ്ച പിന്നിടുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. പാകിസ്ഥാൻ നയതന്ത്രപരവും സൈനികവുമായ പ്രത്യാഘാതങ്ങൾ ഒരുങ്ങുമ്പോൾ തന്നെ പാകിസ്ഥാന്റെ മതപരവും സാമൂഹികവുമായ ഘടനയിലെ വിയോജിപ്പുകൾ കൂടുതൽ പ്രകടമായിക്കൊണ്ടിരിക്കുക എന്നതാണ് ഈ ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീവ്രവാദവും ഭരണകൂട ഏറ്റുമുട്ടലുമായി വളരെ കാലമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലാൽ മസ്ജിദിൽ വിദ്യാർത്ഥികളെയും അനുയായികളെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് നിങ്ങളോടൊരു ചോദ്യമുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പോരാടുകയാണെങ്കിൽ നിങ്ങളിൽ എത്ര പേർ പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്യും? ഇതിനർത്ഥം മതിയായ ധാരണയുണ്ട് എന്നതാണ്. ഇന്ന് പാകിസ്ഥാൻ അവിശ്വാസത്തിൻ്റെ ഒരു വ്യവസ്ഥയുണ്ട്. ക്രൂരവും ഉപയോഗശൂന്യവുമായ ഒരു വ്യവസ്ഥ. അത് ഇന്ത്യയേക്കാൾ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗാസി പാകിസ്ഥാൻ ഭരണകൂടത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ബലൂചിസ്ഥാനിലും അതുപോലെ തന്നെ ഖൈബർ പഖ്തൂറിലും നടന്ന ആക്രമണത്തെക്കുറിച്ചും പുരോഹിതൻ പരാമർശിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ സ്വന്തം ജനതയെ ബോംബാക്രമണം നടത്തുകയാണ് എന്നാണ് ആരോപിച്ചിരിക്കുന്നത്. ബലൂചിസ്ഥാനിൽ സംഭവിച്ചതും അതുപോലെ തന്നെ പാകിസ്ഥാനിൽ ഒട്ടാകെ സംഭവിച്ചതും ഇതൊക്കെ തന്നെയാണ്. ഇവയെല്ലാം ക്രൂരതകളാണ്. ജനങ്ങൾ തയ്യാറായപ്പോൾ ഭരണകൂടം സ്വന്തം പൗരന്മാരെ ബോംബെറിഞ്ഞു കൊല്ലുകയാണ് ചെയ്തത്. മെയ് 2 ജാമിയ ഹാഫിസിൽ ലാൽ മസ്ജിദിലും റെക്കോർഡ് ചെയ്ത വീഡിയോ പാകിസ്ഥാൻ സോഷ്യൽ മീഡിയയിൽ രോക്ഷം ആളിക്കത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനുള്ളിൽ വളർന്നു വരുന്ന നിരാശയുടെ പ്രതിഫലനമായാണ് വിദഗ്ധർ ഈ ഒരു നിമിഷത്തെ ചൂണ്ടിക്കാണിക്കുന്നതും. അതിൻ്റെ സിവിൽ സൈനിക നേതൃത്വത്തോട് മാത്രമല്ല, ഇന്ത്യയോടുള്ള അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ നിലപാടോടും കൂടിയാണ്. ഒരു കാലത്ത് തീവ്രവാദങ്ങൾക്ക് പേരുകേട്ട ലാൽ മസ്ജിദിലെ പുരോഹിതന്മാർ ഇന്ത്യക്കെതിരായ യുദ്ധത്തിന് പിന്തുണ കണ്ടെത്തിയപ്പോൾ പാകിസ്ഥാനിൽ കൂടുതൽ ആഴത്തിലുള്ള ഭിന്നതകൾ ഉണ്ടാകുന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇസ്ലാമാബാദിലെ സമീപകാല ആണവ നിലപാടുകളും പരിഭ്രാന്തി നിറഞ്ഞ നയതന്ത്രവും ചേർന്ന ആഭ്യന്തര വിയോജിപ്പ് സ്വദേശത്തും അതുപോലെ അന്താരാഷ്ട്ര വേദിയിലും തങ്ങളുടെ സ്ഥാനം സംബന്ധിച്ച് വർദ്ധിച്ചു വരുന്ന അനിശ്ചിതത്വത്തിന്റെ നേർചിത്രമാണ് വരച്ചു കാട്ടിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.